Hello students. Today we will learn a new data structure known as a queue. Queue എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചെറുപ്പം മുതലേ queue നിന്ന് ശീലിച്ചേക്കണവരാ. Queue എങ്ങനെയാ? In this figure, this is a queue, a long queue. ഇതില് ആർക്കാണ് ആദ്യം റിസൾട്ട് കിട്ടുക, ആർക്കാണ് ആദ്യം സെർവ് ചെയ്യുക? ഫസ്റ്റ് വൺ. നമ്മളൊരു കൗണ്ടർ മുകളിലേക്ക് ക്യൂ നിൽക്കുവാണെങ്കിൽ ഏറ്റവും ഫ്രണ്ട് നിൽക്കുന്ന ആളെ ആയിരിക്കും ആദ്യമേ ശ്രദ്ധിക്കുക. അത് രണ്ടാമത്തെ, മൂന്നാമത്തെ, അങ്ങനെ. ഒരു ക്യൂവിലേക്ക് എങ്ങനെയാ ആളുകൾ ഇൻസേർട്ട് ചെയ്യാം? ക്യൂവിന്റെ ഏറ്റവും ബാക്കിലാണ് ആളുകൾ വന്ന് നിൽക്കേണ്ടത് അല്ലെ? ഒരു ക്യൂവിന്റെ ഏറ്റവും ഫ്രണ്ടിൽ പോയി നമുക്ക് നിൽക്കാൻ പറ്റുമോ? ക്യൂവിന്റെ ഏറ്റവും പുറകിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ക്യൂവിലേക്ക് എപ്പോഴും ആഡ് ചെയ്യണം എങ്ങനെയാ? ബാക്കിലാണ്. ക്യൂവിന് എപ്പോഴാ പുറത്തേക്ക് പോവാ? ഫ്രണ്ടിൽ നിന്നാണ്. This is a first in first out. ആദ്യം വന്നവർക്ക് ആദ്യം പോവാം. ലാസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. അവസാനം വന്ന ആൾക്ക് അവസാനം പോവാം. ഓക്കെ, കമ്പയർഡ് ടു സ്റ്റാക്ക് എങ്ങനെയാ? സ്റ്റാക്കിൽ അവസാനം വന്ന ആളാണ് ആദ്യം പോകുന്നത്. ബുക്ക് അടുക്കി വെക്കുന്ന പോലെയാ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ബട്ട് ക്യൂ ഇസ് ലാസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. ഓക്കെ, ക്ലിയർ? ലാസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. ക്യൂ ഫോളോസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർ ലാസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. ആദ്യം വന്ന ആൾക്ക് ആദ്യം പോകാം, അവസാനം വന്ന ആൾക്ക് അവസാനം പോകാം. Okay, this is the structure, data structure queue. This is an abstract data structure. A queue is open at both ends. സ്റ്റാക്കിന്റെ കേസിൽ എങ്ങനെയാ? അടിയിൽ അടച്ചു വെച്ചേക്കുക. നമ്മളൊരു ബോക്സിനകത്തേക്ക് സാധനം ഇൻസേർട്ട് ചെയ്യണ പോലെയാ. ഒരു വഴി കൂടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വഴി കൂടെ തന്നെയാണ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, രണ്ട് ഓപ്പൺ എൻഡ് ഉണ്ട്. നമുക്ക് ഇതിൽ കൂടെ ആൾക്കാർ ഇറങ്ങി പോവാം, ഇതിലേക്ക് ആൾക്കാർ കയറ്റിക്കൊണ്ടിരിക്കാം. ഓക്കെ, ഇതിൽ കൂടെ ആൾക്കാർ കയറും, ഇതിലേക്ക് ആൾക്കാർ ഇറങ്ങും. അപ്പൊ രണ്ട് എൻഡ് ഉണ്ട്. A queue contains two ends. One end is used to insert element and other end is used to remove elements. Insert in വേറെ പേരാണ് NQ. NQ is used to insert. Similarly, remove ചെയ്യാനുള്ള വേറെ പേരാണ് DQ. NQ as well as DQ. Okay. So these are the examples of queues. Queue in a toll booth. ഇവിടെ നോക്കിയേ, ഏറ്റവും ആദ്യം വന്ന ഈ കാറിനാണ് സെർവ് ചെയ്തിട്ട് ഇവിടെ ഈ കാറിന് സെർവ് ചെയ്യുള്ളൂ. ഇത് ആദ്യം പോവും, രണ്ടാമത് പോവും, ഇത് മൂന്നാമത് പോവും, നാലാമത് പോവും. വരുന്നതല്ല ഇതിന് പുറകെ വന്നുകൊണ്ടിരിക്കും. There is a queue of beads. Okay. There is a queue of cars. നിങ്ങളുടെ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. രണ്ട് എൻഡ് ഉണ്ടാവും. ഇതാണ് ക്യൂവിന്റെ തുടക്കം. അല്ലെ, ഈ ടോൾ ബൂത്ത് ആണ് ക്യൂവിന്റെ തുടക്കം. അപ്പൊ ആദ്യം ടോൾ ബൂത്ത് എത്തുന്ന ആൾക്കാർ ആദ്യം പുറത്തേക്ക് പോകും. പുതിയ വന്നതോ ഇവിടെ വരും. ഈ എൻഡിലാണ് നമ്മൾ ഇൻസേർട്ടിന് ഒരു വശത്തും ഡിലീറ്റിന് മറ്റേ വശത്തും. ആണ് ശ്രദ്ധിക്കേണ്ടത്. We are inserting at one end and deleting from the other end. ഒക്കെ എങ്ങനെയാ? There is only one end. ടോപ്പ് എൻഡ് മാത്രമേ ഉള്ളൂ. ടോപ്പിൽ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. ടോപ്പിൽ കൂടെ ഇൻസേർട്ട് ചെയ്യും, ടോപ്പിൽ കൂടെ തന്നെ ഡിലീറ്റ് ചെയ്യും. ഇവിടെ രണ്ട് എൻഡ് ഉണ്ട്. ഓക്കെ, രണ്ട് എൻഡ് ഉണ്ട്. ഫ്രണ്ട് ആൻഡ് റിയർ. ഈ പേരാണ് ഫ്രണ്ട് ആസ് വെൽ ആസ് റിയർ. ഫ്രണ്ട് മീൻസ് ഫ്രണ്ട് എൻഡ്, റിയർ മീൻസ് ബാക്ക് എൻഡ്. ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ്. ബാക്ക് എൻഡ് പറഞ്ഞ വേറെ പേരാണ് റിയർ എൻഡ്. These are the applications in computer. Printer queue. Suppose we are printing a lot of documents into the printer. Printer എന്ത് ചെയ്യും? ആദ്യം വന്നത് ആദ്യം പ്രിന്റ് ചെയ്യും, അവസാനം വന്നത് ബാക്കിലേക്ക് ക്യൂവിലേക്ക് ഇട്ടേക്കും. വേറെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പ്രിന്റ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലും മൂന്നാല് പേര് ഒരുമിച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ ഇടയിൽ എല്ലാം കൂടി മിക്സ് ആയി പോകില്ലേ? ഒരാളുടെ കഴിഞ്ഞിട്ടല്ലേ അടുത്ത് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനാണ് പ്രിന്റർ ക്യൂ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ പ്രോസസ് ഷെഡ്യൂളിംഗ്. പ്രോസസ് ഷെഡ്യൂൾ ചെയ്യാൻ, നമ്മൾ സെക്കൻഡ് സമയം പഠിച്ചു എന്താണ് ഷെഡ്യൂളിംഗ് എന്നുള്ളത്. പ്രോസസ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. സിമുലേറ്റിംഗ് വെയിറ്റ് സിമുലേറ്റ്, എങ്ങനെ വെയിറ്റ് ചെയ്യാം എന്നുള്ള സിമുലേറ്റ് ചെയ്യാം. വെയിറ്റ് ക്യൂ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് we can use a queue. Queue has lot of applications. So these are the basic operations in queue. Insert an element into the queue. DQ, remove an element from the queue. Insert in എവിടെയാ? ബാക്ക് എൻഡ് ആണ്. ബാക്കിന് പറഞ്ഞ വേറെ പേരാണ് റിയർ. റിയർ മീൻസ് ബാക്ക് എൻഡ്. ഓക്കെ. DQ means remove an item from the queue using front pointer. ഫ്രണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യുക, ബാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. പീക്ക് എന്താ? നമ്മൾ സ്റ്റാക്കിൽ പഠിച്ചിരുന്നു. പീക്ക് മീൻസ് ഐഡന്റിഫൈ ദ ടോപ്പ് എലമെന്റ് ഇൻ ദ സ്റ്റാക്ക്. സ്റ്റാക്കിന്റെ കേസിൽ ഏറ്റവും ടോപ്പ് എലമെന്റ് ആണ്. ഇവിടെയാണെങ്കിലോ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആരാണ് അവരെ ഐഡന്റിഫൈ ചെയ്യുക. which is at the front of the queue. Okay. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആരാണ്, അതാണ് പീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Is full. What does it mean? Check whether the queue is full. Empty. Whether queue is empty. നമ്മൾ എപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ക്യൂക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. ക്യൂ ക്രിയേറ്റ് ചെയ്ത കപ്പാസിറ്റി ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് ക്യൂയിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ക്യൂ ഫുൾ ആണെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ക്യൂ എംപ്റ്റി ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. Okay. So these are the examples of queues. These are the examples of queue. Here the maximum queue size is designed as 10. 10 ആണ് queueന്റെ maximum size.
is the maximum queue size. So queue size is 10. Okay. Now we have 2 pointers. One is front and one is rear. Rear means back. Front and rear. So insert in rear pointer insert in. Delete in front delete. So initially assume that the front equal to 0 and rear equal to -1. For rear insert in. Rear is pointer. So if you want to insert an element into a queue, what you have to do? You have to increment rear and queue rear equal to data. Rear -1 ആയിരിക്കും അല്ലെ ആദ്യമേ ഇനിഷ്യലി ഒന്നുമില്ല നമ്മുടെ ക്യൂ എവിടെ സ്റ്റാർട്ട് ചെയ്യുക 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ റിയറിന്റെ വാല്യൂ ഒന്ന് കൂട്ടുക അപ്പൊ റിയർ വിൽ ബി 0 ആവും rear will be equal to 0 and then we insert element into the queue. ഇതാണ് സ്റ്റെപ്പ് റിയർ കൂട്ടുക ഇൻസർട്ട് ചെയ്യുക ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഡാറ്റ എടുക്കുക ഫ്രണ്ട് കൂട്ടുക നേരത്തെ നമ്മൾ ടോപ്പ് കുറയ്ക്കുമായിരുന്നു ഇവിടെ അങ്ങനെയല്ല നമ്മൾ സപ്പോസ് ഇതാണ് ഫ്രണ്ട് നമ്മളിത് ഡിലീറ്റ് ചെയ്യാൻ എന്ത് പറ്റും ഇത് ഡിലീറ്റ് ചെയ്തു അപ്പൊ ഫ്രണ്ട് ഇതായിരിക്കും പോയിന്റ് ചെയ്യുന്നത് ഫ്രണ്ടിൽ പോയിന്റ് ചെയ്യുക ഫ്രണ്ട് ആദ്യം 1 ആയിരുന്നു ഫ്രണ്ട് 2 ആയി ഒന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഫ്രണ്ട് ഇവിടെ വരും വരെ ഫ്രണ്ടിന്റെ വാല്യൂ ആദ്യമേ 2 ആയിരുന്നു ഇപ്പൊ 3 ആയി ഫ്രണ്ട് കൂടുക രണ്ടിലും കൂടുകയാണ് ഇൻസേർട്ട് ചെയ്യണമെങ്കിലോ നമ്മളിവിടെ 72 ഇൻസേർട്ട് ചെയ്തു അപ്പൊ റിയർ കൂട്ടി ഇൻസേർട്ട് ചെയ്തു റിയർ കൂടി ഇൻസേർട്ട് ചെയ്തു രണ്ടും കൂടുക നോക്കുക ശ്രദ്ധിക്കുക രണ്ടും കൂടുക തന്നെ റിയർ കൂടി ഇവിടെ ഫ്രണ്ട് കൂടി ഓക്കെ ഇനി എപ്പോഴാണ് ഫുൾ ആവുക ഫുൾ റിയർ ഈക്വൽ ടു മാക്സ് സൈസ് -1 നമുക്ക് 10 എണ്ണം ഉണ്ട് നമുക്ക് ഒരു എലിമെന്റോട് ഇൻസേർട്ട് ചെയ്യാം അപ്പൊ റിയർ ഇതായി എഗെയിൻ ഒരെണ്ണോട് ഇൻസേർട്ട് ചെയ്യാം 72 റിയർ ഇതായി നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ കാരണം മാക്സിമം എത്തിക്കഴിഞ്ഞു മാക്സ് സൈസ് -1 മാക്സ് സൈസ് ഈക്വൽ 10 9 എത്തിക്കഴിഞ്ഞു ഇപ്പൊ ക്യൂ is full if rear equal to max size -1 okay now consider same condition as before clear all points now suppose you are going to delete ചെയ്യുമ്പോൾ എന്താ വേണ്ടേ 90 ഡിലീറ്റ് കഴിഞ്ഞാൽ റിയർ ഈക്വൽ ഇതാണ് ചെയ്യുന്നത് ഡാറ്റ എടുക്കുക ഫ്രണ്ട് കൂട്ടുക ഡാറ്റ എടുക്കുക ഫ്രണ്ട് കൂട്ടി ഫ്രണ്ട് ഇവിടെ എഗെയിൻ ഡാറ്റ എടുത്ത് ഫ്രണ്ട് കൂട്ടി ഇവിടെ വന്നു ഇത് ഡിലീറ്റ് ചെയ്ത് ശ്രദ്ധിക്കാം ഇവിടെ ഫ്രണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കണം ദിസ് ഈസ് അവർ ഫ്രണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണം ഒന്നുകൂടി ഡിലീറ്റ് ചെയ്തു അപ്പൊ ഫ്രണ്ട് ഇവിടെ എത്തി ദിസ് ഈസ് അവർ ഫ്രണ്ട് ഇതാണ് ഫ്രണ്ട് ഇവിടെ എത്തി ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഈ ഡാറ്റ എടുത്തു ഫ്രണ്ട് ഇവിടെ എത്തി that means there is no data here ഫ്രണ്ടിന്റെ പൊസിഷൻ നോക്കി ഫ്രണ്ട് ഇവിടെ എത്തി റിയർ എവിടെയാണ് ഫ്രണ്ട് ട്രാവേഴ്സ് ആഫ്റ്റർ ദ ഫ്രണ്ടിന്റെ വാല്യൂ റിയറിനേക്കാൾ കൂടുതലാണ് അല്ലെ റിയറിനെ ക്രോസ് ചെയ്ത് ഫ്രണ്ട് ഇവിടെ എത്തി റിയർ ആദ്യമേ ഫ്രണ്ട് റിയർ ഈക്വൽ ആകുമ്പോൾ എന്ത് പറ്റും ഫ്രണ്ട് ഈക്വൽ റിയർ ആണെങ്കിൽ എന്താ പറ്റിയ ഒരു എലമെന്റ് ഉണ്ട് ഈ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ആണെങ്കിൽ we have one element if you have a single element front will be equal to rear ഫ്രണ്ടിനെ പാസ് ചെയ്ത് റിയർ പോയിന്റ് അർത്ഥം എന്താ ഇനി ഒരു എലമെന്റും ഇല്ല ക്യൂ is empty if front is greater than rear ഈ കണ്ടീഷൻസ് ഓർത്ത് വെക്കുക ഫുൾ ആവണം എപ്പോഴാ മാക്സ് സൈസ് -1 ആവണം റിയറിന്റെ വാല്യൂ മാക്സിമം ഓഫ് സൈസ് -1 ആയി കഴിഞ്ഞാൽ എന്ത് പറ്റി ഫുൾ ആയി empty ആണെങ്കിലോ ഫ്രണ്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ റിയർ if front is greater than rear empty ആണ് ഫ്രണ്ട് ഈക്വൽ ടു റിയർ ആണെങ്കിലോ there will be one element നമ്മളോടൊപ്പം ഫ്രണ്ടിന്റെ റിയറിന്റെ വാല്യൂ സെയിം ആയി okay Okay, now we are going to answer two questions. Okay, we have these are initial conditions of the queue. Initially front equal to 0, rear equal to -1. And if this is not the case, front equal to 0, rear equal to -1. We have to insert a set of values. Insert 78, insert 99, delete. Insert 70, 17, delete. Insert 45, 44, 98. ഇതാണ് ചെയ്യാൻ പോകുന്നത്. At the end, what we are going to find out what will be the value of front and rear. So insert in എന്ത് വേണം rear കൂട്ടുക insert ചെയ്യുക delete ചെയ്യണമെങ്കിലോ ഡാറ്റ എടുക്കുക എന്നിട്ട് ഫ്രണ്ട് കൂട്ടുക ഇതാണ് ചെയ്യുന്നത് ഇനിഷ്യൽ കേസിൽ ഇനിഷ്യലി ഫ്രണ്ട് ഈക്വൽ ടു 0 റിയർ ഫ്രണ്ട് ഈക്വൽ 0 റിയർ ഈക്വൽ -1 എന്താ ദിസ് ഇനിഷ്യൽ കണ്ടീഷൻ റിയറിന്റെ വാല്യൂ -1 അർത്ഥം എന്താ ഡാറ്റ ഒന്നുമില്ല 0 മുതൽ ഡാറ്റ സ്റ്റാർട്ട് ചെയ്യും ദിസ് ഇസ് ഇനിഷ്യൽ കേസ് ഇനിഷ്യലി
we are going to insert a value. Insert 70. Initially എങ്ങനെയായിരിക്കുക? Initial draw ഇവിടെ draw ചെയ്തിട്ടുള്ള ഒന്ന് വരച്ചു വെക്കാം. Initially this is our Q. Q 0 ആണ്, 1 ആണ്, 2 ആണ്, etc. up to 9 വരെ. This is the initial case of the Q. Q ന്റെ initial condition ഇതാണ്. ഫ്രണ്ടിന്റെ വാല്യൂ എവിടെ? ഫ്രണ്ട് will be 0. Rear will be -1. This is our front. Rear will be -1. ഇതാണ് initial case. So now we are going to insert 78. Insert ചെയ്യാൻ എന്ത് വേണം? Rear ഉപയോഗിച്ച് വേണം insert ചെയ്യാൻ. Rear കൂട്ടുക, insert ചെയ്യുക. അപ്പോൾ rearന്റെ വാല്യൂ 0 ആക്കി കൂട്ടിയില്ലേ? -1 0 ആക്കി insert ചെയ്തു. 78 insert ചെയ്തു. Okay. Now insert 99. Insert 99 means rear വീണ്ടും കൂട്ടി, rearന്റെ വാല്യൂ 1 ആയി, rearന്റെ വാല്യൂ 1 ആയി, 99 insert ചെയ്തു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. rearന്റെ വാല്യൂ 1 ആണ്, ഫ്രണ്ട് മാറിയിട്ടില്ല, ഫ്രണ്ട് അവിടെ തന്നെയാണ്, ഫ്രണ്ടിന്റെ വാല്യൂ 0 തന്നെയായിരിക്കും. rearന്റെ വാല്യൂ 1 ആണ്, insert ചെയ്തു. Okay, this is the condition after inserting 78 and 99. Is it clear? Now we are going to delete. Delete എന്ത് വേണം? ഫ്രണ്ട് ഉപയോഗിച്ചാൽ delete ചെയ്യുക. Take the value and then increment front. അപ്പോൾ 78 റിമൂവ് ചെയ്തു, ഫ്രണ്ടിന്റെ വാല്യൂ ഇവിടെ എത്തി. ഫ്രണ്ട് rear equal ആയി. Okay, front equal rear ആണ് എന്ത് സംഭവിക്കുക? There will be only one element. Now we are going to insert 70 അത് insert ചെയ്യാം. 70 insert ചെയ്യാൻ എന്ത് ഉപയോഗിച്ച് insert ചെയ്യണം? rear ഉപയോഗിച്ച് insert ചെയ്യണം. 70 insert ചെയ്ത് rearന്റെ വാല്യൂ ഇവിടെ എത്തും. Okay, അടുത്ത 17 insert ചെയ്യണം. അപ്പോൾ rear ഒന്നുകൂടി കൂടി 70 insert. This is the condition after inserting 70 and 17. Clear? Look at the next one. This is the next case. തൊട്ടുമുമ്പത്തെ കേസ്. Now we are going to delete. Delete ഏത് പോയിന്റ് ഉപയോഗിക്കേണ്ടത്? delete ചെയ്യണമെങ്കിൽ we have to use front. ഫ്രണ്ടിനാണ് നമ്മൾ എപ്പോഴും ആൾക്കാരെ പറഞ്ഞു വിടുക. ഫ്രണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ നോക്കിയാൽ 99 മാറി. ഇതാണ് ഫ്രണ്ടിന്റെ വാല്യൂ. ഫ്രണ്ട് ഒന്നുകൂടി ഇൻക്രീസ് ഇതില്ല, ഈ വാല്യൂ പോയി, ഫ്രണ്ട് ഇവിടെ എത്തി 70 എത്തി. ഓക്കെ, again delete. ഇത് പോയി, ഫ്രണ്ടും റിയർ ഒന്നായി, സിംഗിൾ എലമെന്റ് ആയി. Now we are going to insert 3 more elements. 45 insert ചെയ്തു, rear ഇവിടെ എത്തി. 44 insert ചെയ്തു, rear ഇവിടെ എത്തി. 98 insert rear ഇവിടെ എത്തി. After ഇത് ചെയ്ത് കഴിയുമ്പോൾ കണ്ടീഷൻ എന്താവും? ഫ്രണ്ട് will be 3, rear equal to 6. Clear? ഫ്രണ്ടിന്റെ വാല്യൂ റിയറിന്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. Now I'll answer one more question. See, question number 2. Insert 26, 22, 120, then delete all of them. ഇതാണ് ചെയ്യുന്നത്. This is the initial condition of the queue. Initially condition the queue is like this. 17 is already inserted, 45 is inserted, 44 is inserted, 98 is inserted. Previous example. ഇതാണ് current condition. നമ്മൾ ചെയ്തതിനാണ് വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിന്റെ വാല്യൂ എത്ര? ഫ്രണ്ടിന്റെ വാല്യൂ 3 ആണ്, റിയറിന്റെ വാല്യൂ 6 ആണ്. ഓക്കെ, റിയറിന്റെ വാല്യൂ 6 ആണ്. ഫ്രണ്ട് ഈക്വൽ 3, റിയർ ഈക്വൽ 6. ദിസ് ഇസ് റിയർ. ഇൻസേർട്ട് 20. അപ്പോൾ എന്ത് വരും? 20 ഇൻസേർട്ട് ചെയ്തു, റിയർ 7 ആയി. അടുത്തത് 6 ആണ്. 6 ഇൻസേർട്ട് ചെയ്യുമ്പോൾ റിയറിന്റെ വാല്യൂ 8 ആവും. 22 ആണ്. 22 ഇൻസേർട്ട് ചെയ്തു, റിയറിന്റെ വാല്യൂ റിയർ കൂട്ടുക, ഇൻസേർട്ട് ചെയ്യുക. റിയറിന്റെ വാല്യൂ 9 ആയി, 22 ഇൻസേർട്ട് ചെയ്തു. കണ്ടീഷൻ എങ്ങനെയാ വന്നേക്കുന്നത്? ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 3, റിയർ ഈക്വൽ ടു 9. Okay, insert 120. What will happen? Rear equal to max minus 1. Alla, max size minus 1 is equal. Q is full. This will be your answer. You get the answer as Q is full. Clear? Q is full. Now answering good. We are going to delete. Delete means the front of page delete. That's why we delete it. Okay, first delete means 17 delete. That delete 45 delete. Now delete the delete. നാലാമത്തെ ഇവിടെ എത്തി, അഞ്ചാമത്തെ ഡിലീറ്റ് ആയി. 1 2 3 4 5 ഡിലീറ്റ് ആയി. ദിസ് ഇസ് 6th ഡിലീറ്റ്. ഓക്കേ, 7th ഡിലീറ്റ്. അപ്പോൾ ലാസ്റ്റ് എന്താ പറ്റുക? Q is equal to Q empty, ഒറ്റ എലമെന്റിനകത്ത് ഇല്ല. ഫ്രണ്ടിന്റെ വാല്യൂ എന്ത് വരും? ഫ്രണ്ടിന്റെ വാല്യൂ 10 ആയിരിക്കും, റിയറിന്റെ വാല്യൂ 9 ആയിരിക്കും. ക്ലിയർ? റിയറിന്റെ വാല്യൂ 9 ആയിരുന്നു, ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. റിയർ 9 ഇവിടെ സ്റ്റോപ്പ് ചെയ്തില്ലേ? നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഇത് ഡിലീറ്റ് ചെയ്യും, ഫ്രണ്ട് വിൽ ബി ഫ്രണ്ട് പ്ലസ് 1.
ഫ്രണ്ടിന്റെ വാല്യൂ റിയറിന്റെ വാല്യൂ 9 ആകുമ്പോൾ എന്ത് പറ്റും? വെൻ ഫ്രണ്ട് എഫ് എന്ന് എഴുതാം. ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 9, വാട്ട് വിൽ ഹാപ്പൻ? സിംഗിൾ എലമെന്റ്, ഒറ്റ എലമെന്റ് ഉണ്ടാവും. അതോട് ഡിലീറ്റ് ചെയ്യുമ്പോഴോ ഫ്രണ്ട് വിൽ ബി 10, റിയർ വിൽ ബി 9 itself. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ട് ഈസ് ഈക്വൽ 10, റിയർ ഈക്വൽ ടു 9. ഓക്കെ, ഫ്രണ്ട് ഈസ് ഈക്വൽ റിയർ പ്ലസ് 1 ആണ്, ഓർ ഫ്രണ്ട് ഇസ് ഗ്രേറ്റർ ദാൻ റിയർ ആണ്. നമ്മുടെ ക്യൂവിൽ ഒറ്റ എലമെന്റും ഇല്ല. എന്തുകൊണ്ട് ക്യൂവിൽ ഇൻസേർട്ട് ചെയ്യാനും പറ്റില്ല, ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. This is about Q. Is this clear? Now you see the basic operations in a queue. In a queue we can insert an element and we can delete an element. Similarly, peak ഉണ്ട്, maximum size arrayയുടെ maximum size കാണാം, അതുപോലെ empty ആണെന്നുള്ള അറിയാം. അപ്പോൾ this is another name for inserting, which is known as NQ. NQ stands for insert into the queue. NQ stands for insert into the queue. This is another name in queue. NQ for insert. എന്താണ് പ്രൊസീജിയർ? ആദ്യമേ സൈസ് റിയർ ഈക്വൽ ടു മാക്സ് സൈസ് മൈനസ് 1 ആണോ നോക്കുക. ആണെങ്കിൽ ക്യൂ ഫുള്ളാന്ന് പറയും. ഇല്ലെങ്കിൽ എന്താണ് ഡാറ്റ റീഡ് ചെയ്യുക, റിയർ ഇൻക്രിമെന്റ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് അതിന്റെ അൽഗോരിതം. ഇതാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഡാറ്റ റീഡ് ചെയ്യുക, റിയർ ഇൻക്രിമെന്റ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് റിയർ, ഇൻക്രിമെന്റ് റിയർ, ഇൻസേർട്ട് ഡാറ്റ. ഇൻക്രിമെന്റ് റിയർ, ഇൻസേർട്ട് ഡാറ്റ. This is what we are repeatedly doing. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് കണ്ടീഷൻ എന്താ? ഫുൾ ആയെന്ന് അറിയണം. ക്യൂ ഫുൾ ആയെന്ന് അറിയാൻ എന്ത് ചെയ്യണം? റിയർ ഈക്വൽ ടു മാക്സ് മൈനസ് 1 ആണോ നോക്കുക. This is a program. The function നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. If rear equal to max size minus 1, print q is full. Else printf enter the data, scanf %d and number. We have read the data read ചെയ്തു. ഇനി എന്തുവാണ് ഈ രണ്ട് ഓപ്പറേഷൻ ഇതുവരെ പറഞ്ഞല്ല. റിയർ ഇൻക്രിമെന്റ് ചെയ്യുക, ക്യൂയിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻക്രിമെന്റ് റിയർ, ക്യൂ ഓഫ് റിയർ ഈക്വൽ ഡേറ്റ. റിയർ ഇൻക്രിമെന്റ് ചെയ്തു, ക്യൂ ഓഫ് റിയർ ഡാറ്റ ഇട്ടു. ഇതാണ് ഇൻസേർഷൻ. ഓക്കെ, അടുത്തത് എന്താ? ഡിലീറ്റ് വേറെ പേരെന്താ? DQ stands for delete. ഓക്കെ, പ്രൊസീജിയർ എങ്ങനെ? ഫ്രണ്ട് ഈക്വൽ ടു റിയർ പ്ലസ് 1, we display q is empty. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഫ്രണ്ട് ഇസ് ഗ്രേറ്റർ ദാൻ റിയർ എന്നാ പറഞ്ഞത്. ആക്ച്വലി ഫ്രണ്ട് ഇസ് റിയർ പ്ലസ് 1. ഒരെണ്ണം കൂടി തന്നെ q empty ആയി കഴിയും. ഓക്കെ, നമ്മൾ കൂടുതൽ കയറി പോകാൻ നിൽക്കണ്ട. ഫ്രണ്ട് ഈക്വൽ റിയർ പ്ലസ് ആണെങ്കിൽ നമുക്ക് can display that q is empty. Front will be greater than rear. റിയറിനേക്കാൾ കൂടുതലായിരിക്കും ഫ്രണ്ടിന്റെ വാല്യൂ. ഫ്രണ്ട് ഇസ് ഗ്രേറ്റർ ദാൻ റിയർ, we display the q is empty. ഇനി എന്താണ്? ഡാറ്റ ആദ്യം എടുക്കുക, എന്നിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഡാറ്റ ആദ്യം എടുക്കുക, എന്നിട്ട് ഫ്രണ്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്യണമെങ്കിലോ റിയർ കൂട്ടുക, ഇൻസേർട്ട് ചെയ്യുക. ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഡാറ്റ എടുക്കുക, എന്നിട്ട് ഫ്രണ്ട് ഇൻക്രിമെന്റ് ചെയ്യുക. ഇവിടെ രണ്ടിടത്ത് ഇൻക്രിമെന്റ് ചെയ്യണം, കുറയ്ക്കുന്നില്ല, രണ്ടും കൂടുകയാണ്. ഓക്കെ, void dq. If front equal rear plus 1, q is empty. Else printf the deleted element or the popped element is equal to q front. q ന്റെ ഫ്രണ്ടിൽ നിന്ന് ഡാറ്റ എടുക്കുന്ന ഫ്രണ്ട് ഇൻക്രിമെന്റ് ചെയ്യും. ശ്രദ്ധിക്കുന്ന റിയർ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യണം, ഫ്രണ്ട് ഇൻക്രിമെന്റ് ചെയ്യണം. രണ്ടും കൂടുക ചെയ്യുന്നത് അല്ലെ? q ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. This is the basic operations array implementation. This is the display the status of the queue. ഈ ക്യൂവിൽ ഇപ്പൊ ആരൊക്കെയുണ്ട്, എത്ര പേരുണ്ടെന്ന് അറിയുന്നതാണ് ഡിസ്പ്ലേ. ഓക്കെ, ഇവിടെയും പ്രൊസീജിയർ എന്താ? ഫ്രണ്ട് ഈക്വൽ റിയർ പ്ലസ് ആണ്, ക്യൂ empty ആണ്. നമ്മൾ നേരത്തെ സ്റ്റാക്കിന്റെ കേസിലും അതെ, empty ആണെങ്കിൽ ഒന്നും ഡിസ്പ്ലേ ചെയ്യാനില്ല. empty അല്ലെങ്കിൽ മാത്രമേ ഡിസ്പ്ലേ ചെയ്യാനുള്ളൂ. So we are checking whether front equal to rear plus 1, whether the queue is empty. ഇല്ലെങ്കിൽ എന്ത് വേണം? ഫ്രണ്ട് മുതൽ റിയർ വരെ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാം. ഫ്രണ്ട് മുതൽ റിയർ വരെ എന്ത് വേണം? വാല്യൂസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യാം. ഫ്രണ്ട് മുതൽ റിയർ വരെ ഉള്ള വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യും. ഡിസ്പ്ലേ ദ ക്യൂ. ഓക്കെ, ഇൻക്രിമെന്റ് i, നെക്സ്റ്റ് i, ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. The functions also. If front equal rear plus 1 displays the queue is empty. Else for I equal to front, I less than or equal to rear, I plus plus, printf %d qi. യുടെ വാല്യൂ പ്രിന്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ എലമെന്റിന്റെ വാല്യൂസ് പ്രിന്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ എടുക്കാം. We have a queue like queue here. Let me write. This is our queue. ഇടയിലുള്ള കേസാണ്, ഫ്രണ്ട് ഒന്നല്ല. ഇവിടെ കുറെ എലമെന്റ്സ് ഉണ്ടായിരുന്നു, ഡിലീറ്റ് ചെയ്തിരുന്നു. ഇവിടെ ഇതാണ് കറന്റ് സ്റ്റേറ്റ്.
നമ്മുടെ ഫ്രണ്ടിന്റെ വാല്യൂ ഇതാണ്. റിയൽ. ഓക്കെ, കറന്റ് കണ്ടീഷൻ. അപ്പോൾ ഐ എന്ത് ചെയ്യണം, ഐ ഈക്വൽ ടു ഫ്രണ്ട് എന്ന് എടുത്തു. എന്നിട്ടോ റിയൽ ആവണം വെച്ചിട്ട് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. അപ്പൊ നമുക്ക് 20 പ്രിന്റ് ചെയ്തു. ഇനി ഐ ഈക്വൽ ടു ഐ പ്ലസ് 1, ഐ ഇതായി 30 പ്രിന്റ് ചെയ്തു. ഐ ഇതായി 40 പ്രിന്റ് ചെയ്തു. ഐ ഇതായി 50 പ്രിന്റ് ചെയ്തു. അപ്പൊ ഫ്രണ്ട് മുതൽ റിയർ വരെ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് നേരത്തെ കുറെ എലമെന്റ് ഉണ്ട്, അതിൽ ഡിലീറ്റ് ചെയ്ത് പോയി. ഇനി ഇവിടെ ഇൻസേർട്ട് ചെയ്യാനുണ്ട്, അതും പറയാനില്ല. നമ്മൾ കറന്റ് അറ്റായി ഈ ക്യൂവിൽ ഇപ്പൊ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഓപ്പറേഷൻ എന്താ, പീക്ക്. പീക്ക് മീൻസ് റിട്ടേൺ ദ ഫ്രണ്ട് എലമെന്റ് ഓഫ് ദ ക്യൂ. ഫംഗ്ഷൻ സിമ്പിൾ ആണ്, റിട്ടേൺ ക്യൂ ഫ്രണ്ട്. ക്യൂവിന്റെ ഫ്രണ്ടിൽ ആരാണ് ഡിസ്പ്ലേ ചെയ്യുക. അൽഗോരിതം ഓഫ് റിട്ടേൺ ക്യൂ ഫ്രണ്ട്. ബിഗിൻ പ്രൊസീജിയർ പീക്ക്, റിട്ടേൺ ക്യൂ ഫ്രണ്ട്, എൻഡ് പ്രൊസീജിയർ. ഈ അൽഗോരിതം, ഇതേ അൽഗോരിതം നിങ്ങൾ റെക്കോർഡ് എഴുതുമ്പോൾ ഇതേ അൽഗോരിതം ഉപയോഗിച്ചാൽ മതി. ഇത്ര സിമ്പിൾ ആയിട്ട് അൽഗോരിതം എഴുതിയാൽ മതി. ഇൻറ്റ് പീക്ക് റിട്ടേൺ ക്യൂ ഓഫ് ഫ്രണ്ട് ടു റിട്ടേൺ ദ പീക്ക് എലമെന്റ്. ഓക്കെ, രണ്ടരോടെ ഉണ്ടോ, ഒന്ന് ഈസ് ഫുൾ ആണോ അല്ലെന്ന് അറിയാനായിട്ട്. ബിഗിൻ പ്രൊസീജിയർ ഈസ് ഫുൾ. റിയർ ഈക്വൽ ടു മാക്സ് സൈസ്, റിട്ടേൺ ട്രൂ. മാക്സ് സൈസ് മൈനസ് 1 ഉണ്ട് കേട്ടോ. If rear equal to max size minus 1, return true, otherwise return false. Minus 1, max size minus 1, return true, otherwise return false. Done program. If rear equal to max size minus 1, return true, else return false. Then the actually ചെയ്യുന്നത് full ആണെങ്കിൽ true return ചെയ്യും. ചോദിക്കുന്ന is full, ഇത് full ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ yes എന്ന് പറയണം. full ആണെങ്കിൽ yes എന്ന് പറയാം, full അല്ലെങ്കിൽ no. Okay. This is the array implementation. നമ്മൾ പഠിച്ചാൽ array വെച്ചിട്ടാണ്. ഇതേ സംഭവം നമുക്ക് ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാം. ലിങ്ക് ലിസ്റ്റ് എന്ത് വേണം, ആദ്യമേ നോഡ് ക്രിയേറ്റ് ചെയ്യുക. ഇൻറ്റ് ഡേറ്റ സ്ട്രക്ട് നോഡ് സ്റ്റാർ നെക്സ്റ്റ്. ഇവിടെ നേരത്തെ സ്റ്റാക്കിന്റെ കേസ് എന്താ ഉപയോഗിച്ചിരുന്നത്, ഏറ്റവും ടോപ്പ് പോയിന്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ 2 വേണം. വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഇത്രയൊക്കെ സെയിം ആണ്. ഇവിടെ ഫ്രണ്ടും റിയറും വരും. ഫ്രണ്ട് ഈക്വൽ നാൾ, റിയർ ഈക്വൽ ടു. സ്റ്റാക്കിന്റെ കേസിൽ എന്ത് വേണം, ടോപ്പ് ഈക്വൽ നാൾ, സ്റ്റാർ ടോപ്പ് ഈക്വൽ നാൾ. ഒറ്റ ഉപയോഗിച്ചിരുന്നു. ഇവിടെ ഫ്രണ്ടും വേണം, റിയറും വേണം. നിങ്ങൾ ലിങ്ക് ചെയ്ത് പഠിക്കുക. ലിങ്ക് ലിസ്റ്റ് പഠിക്കുന്ന അതേപോലെ തന്നെയാണ് ഇതെല്ലാം. ലിങ്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത് ഹെഡ് എന്ന് എഴുതും, സ്റ്റാക്ക് ആണെങ്കിൽ ടോപ്പ് എന്ന് എഴുതും, ഇവിടെ ക്യൂ ആണെങ്കിലോ ഫ്രണ്ട് ആൻഡ് റിയർ എന്ന് എഴുതും. ഓക്കെ, ഇൻസേർഷൻ സെയിം ഇൻസേർഷൻ തന്നെയാണ്, പേര് ചെറിയ മാറ്റമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം ലിങ്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. ഒരെണ്ണം ശരിക്കും പഠിക്കാനോ. അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാം വരിക. ഓക്കെ, നൗ വിൽ സീ എൻക്യൂ. എൻക്യൂ എന്താ, ഇൻസേർട്ട് ഇൻടു എ ക്യൂ. ആദ്യമേ integer number, struct node, new node equal to struct node star, mlf, size of struct node, print of enter data, scanf and num. നമ്മൾ ഡാറ്റ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു, ഡേറ്റ റീഡ് ചെയ്തു. ഇനി ന്യൂ നോഡ് ഡേറ്റ ഈക്വൽ നം, ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ നൾ. ഇതേ നമ്മൾ ഇൻസേർഷൻ അതേപടി സംഭവങ്ങൾ തന്നെ. ഇനി ചെയ്യുന്നത് എന്താ, ഫ്രണ്ട് നള്ളാണോ, ഫ്രണ്ട് നള്ളാണെങ്കിൽ എന്താ, ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ഫ്രണ്ടും റിയറും ന്യൂ നോഡിന് ഇട്ടു. ന്യൂ നോഡ്. ഇല്ലെങ്കിൽ റിയർ നെക്സ്റ്റ് ഈക്വൽ ന്യൂ നോഡ്, റിയർ ഈക്വൽ ന്യൂ നോഡ്. റിയർ വാല്യൂ ഇതാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ റിയർ പ്ലസ് പ്ലസ് ഈക്വൽ ന്യൂ നോഡിന് പകരം റിയറിന്റെ നെക്സ്റ്റിലേക്ക് ന്യൂ നോഡ് ഇടുക. റിയർ ഈക്വൽ ന്യൂ നോഡ്, റിയർ അടുത്തേക്ക് മാറി. ഓക്കെ, ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഫ്രണ്ട് ഈക്വൽ നള്ളാണെങ്കിൽ ക്യൂ ഇസ് എംപ്റ്റി. ഇല്ലെങ്കിൽ ഡിലീറ്റ് നോട്ട് ഈക്വൽ ടു ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് നെക്സ്റ്റ്. രണ്ടിടത്തും നെക്സ്റ്റ് അടുത്തേക്ക് പോകുന്നത്. ഡിലീറ്റ് നോട്ട് നെക്സ്റ്റ് ഈക്വൽ നൾ, ഡിലീറ്റഡ് എലമെന്റ് ഈക്വൽ ഡെൽ നോട്ട് ഡേറ്റ, ഫ്രീ ഡെൽ നോട്ട്. ഇതാണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് ഇംപ്ലിമെന്റേഷൻ. It's a complete program. I'll just go through the program. 3 operations are going to പഠിക്കുന്നുള്ളൂ, insert, delete and display. Okay, peek വേണേ നിങ്ങൾക്ക് എഴുതാം, is full is empty എഴുതാം. ബേസിക് ഇംപ്ലിമെന്റേഷൻ ഇത്രയും മതി. ഇൻസേർട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക. ഡിസ്പ്ലേ നമുക്ക് അറിയാൻ പറ്റില്ല ഉണ്ടോ ഇല്ലെന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്യൂ ക്രിയേറ്റ് ചെയ്തു. 1 ആണെങ്കിൽ ഇൻസേർട്ട് ചെയ്യുക, 2 ആണെങ്കിൽ ഡിസ്പ്ലേ, 3 ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഇത് മാറും, എങ്ങനെ വേണം ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഡിസ്പ്ലേ എന്താ ചെയ്യേണ്ടത്, ഫ്രണ്ട് ഈക്വൽ നൾ ആണെങ്കിൽ ലിസ്റ്റ് ഈസ് എംപ്റ്റി. ഇല്ലെങ്കിൽ ക്യൂ ഈക്വൽ ടു ഫ്രണ്ട്, വൈൽ ക്യൂ നോട്ട് ഈക്വൽ ടു റിയർ, പ്രിന്റ് ഓഫ് ക്യൂ ഡേറ്റ, ക്യൂ ഈക്വൽ ടു ക്യൂ നെക്സ്റ്റ്, പെർസെന്റേജ് നൾ. ഇത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ സംഭവം ഒന്നും ചെയ്യാനുണ്ടാവില്ല. ഇപ്പൊ going to the program, explain with a sample queue. We have a queue like this.
We have a queue. We start with the beginning. Initially, suppose the queue is empty. Queue is empty. We are implementing it using a linked list. For the queue empty and we are going to insert. Insert case, new node create. This is a new node. New node. Data 2 new node next null. That's the change. Step to new node. New node create memory allocate data in the data choice. Then easy data read new node data equal number 2 node read the 2 node 2 store it. Okay. New node next equal null. Three mere change. In the friend null ആണ്. Friend null ആണെങ്കിൽ എന്നാൽ friend rear new node തന്നെ. ഇതിന്റെ പേര് friend എന്ന് കൊടുത്തു ഇതിന്റെ പേര് rear എന്ന് കൊടുത്തു. നേരത്തെ പറഞ്ഞ ഒറ്റ എലമെന്റ് ഉള്ളൂ. ഒറ്റ എലമെന്റ് ഉള്ളപ്പോൾ friend rear സെയിം ആയിരിക്കും. Friend equal rear equal new node ആണ്. Okay. ഒന്നുകൂടി ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒന്നുകൂടി ചെയ്യുമ്പോൾ ഇത്രയും പാർട്ട് സെയിം അല്ലേ? We create a new node. New node. ഇത് പോയി. ഈ new node ഇല്ല. New node എപ്പോഴും ടെമ്പററി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് new node പേര് കൊടുത്തു. 5 node data insert ചെയ്യാം. null എന്നാണ്. ഇത്രയും വരെ new node create ചെയ്യും. That means ഇത്രയും വരെ. Up to this much we have done. Friend equal rear, friend equal null ആണോ നോക്കി. Friend null അല്ല. Friend already value ഉണ്ട്. അപ്പൊ ഇതിലേക്കാ വരിക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. Rear and next equal new node. ഇതാണ് rear. Rear next. Rear and next is equal to new node. Rear and rear ഉപയോഗിച്ച് ചെയ്യാം. ഈ കേസിൽ ഫ്രണ്ട് എടുത്ത് ചെയ്താലും കുഴപ്പമില്ല. കാരണം രണ്ടും ഒന്ന് തന്നെയാണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. Rear next equal new node എന്ന് കൊടുത്തു. Rear equal to new. Rear ഇവിടെ അല്ല. ഓക്കെ. ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം? ആദ്യമേ new node ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇപ്പൊ 8 എന്ന് കൊടുത്തു. null എന്ന് കൊടുത്തു. ഇതാണ് നമ്മുടെ new node. ഇവിടെ എന്ത് വേണം? ഫ്രണ്ട് ഈക്വൽ റിയർ ഫ്രണ്ട് null അല്ല. ഓൾറെഡി വാല്യൂസ് ഉണ്ട്. റിയർ നെക്സ്റ്റ് ഈക്വൽ ന്യൂ നോഡ്. റിയർ ഇതാണ് എത്തിക്കുന്നത്. റിയർ നെക്സ്റ്റ് ന്യൂ നോഡിലേക്ക് റിയർ ഈക്വൽ റിയർ മാറി ഇങ്ങനെ വരും. ഓക്കെ. ദിസ് ഈസ് ഹൗ വി ക്രിയേറ്റ് എ ന്യൂ നോഡ്. ഇത് ക്ലിയർ ആയില്ലേ? ഇത് നമ്മൾ പഠിച്ചു തന്നെയല്ലേ? ഒരു ലിസ്റ്റിലേക്ക് പുതിയ എലിമെന്റ് ഇൻസേർട്ട് ചെയ്യുന്ന പോലെ ഇൻസേർട്ട് അറ്റ് ദ എൻഡ്. ഇതേ പ്രോഗ്രാം തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്. ഇവിടെ റിയർ എന്നുള്ള പോയിന്റർ ഉപയോഗിക്കുന്നു. പ്രോഗ്രാം അത്രേ ഉള്ളൂ. ഡിലീറ്റ് നോക്കാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ സപ്പോസ് വി ഹാവ് ഡിലീറ്റ് നോഡ്. അപ്പോ ഫ്രണ്ട് ഈക്വൽ null നമുക്ക് ഇതേ കേസിന് എടുക്കാം. ഫ്രണ്ട് null അല്ല. ഇത്ര എലമെന്റ് നമുക്ക് ഉണ്ട്. അപ്പൊ എന്താണ്? ഡിലീറ്റ് നോഡ് ഈക്വൽ ടു ഫ്രണ്ട്. ഫ്രണ്ടിനെ ഡിലീറ്റ് ചെയ്യണം. ഇതാണ് ഫ്രണ്ട് എവിടെയാണ് നിൽക്കണം അത് ഡിലീറ്റ് നോഡ് വരും. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ആരെയും ഇവിടെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇവിടെ അല്ല. ഡിലീറ്റ് ചെയ്ത ഫ്രണ്ട് ആണ്. ഡിലീറ്റ് ചെയ്ത ഫസ്റ്റ് നോഡ്. ഡിലീറ്റ് ഫ്രണ്ട് നോഡ്. ഡിൽ നോഡ് ഈക്വൽ ടു ഫ്രണ്ട്. ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട്. ഇതാണ് ഡിലീറ്റ് ചെയ്യാൻ പോണേ. അപ്പൊ ഫ്രണ്ടിനെ മാറ്റി ഇങ്ങോട്ട്. ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് നെക്സ്റ്റ്. ഡെൽ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു null. എന്നിട്ടോ അത് പ്രിന്റ് ചെയ്തു. രണ്ടാണ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. രണ്ടെന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്തു. ഫ്രീ ഡെൽ നോഡ് ഇതങ്ങ് ഡിലീറ്റ് ചെയ്തു. ഒന്നുകൂടി ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഫ്രണ്ട് ഡെൽ നോഡ് ഈക്വൽ ടു ഫ്രണ്ട്. ഇത് ന്യൂ നോഡ് അല്ല. ഇത് ഫ്രണ്ട്. ഇത് ഡെൽ നോഡ് ആണ്. ഇതാണ് ഡിലീറ്റ് ചെയ്യുന്ന നോഡ്. ഓക്കെ. ഫ്രണ്ട് ട്രാവേഴ്സ് ഫ്രണ്ട് മാറ്റി ഇങ്ങോട്ടേക്ക് എത്തിച്ചു. എന്നിട്ടോ ഡെൽ നോഡ് നെക്സ്റ്റ് ഈക്വൽ null എന്ന് കൊടുത്തു. ഇത് പ്രോസസ് റിപ്പീറ്റ് റിവേഴ്സ് ആയി ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യും. ഫ്രണ്ടും റിയറും ഒന്ന് തന്നെയായി. ഇനി ഒന്നുകൂടി ഡിലീറ്റ് ചെയ്യണം. ഒന്നുകൂടി ഡിലീറ്റ് ചെയ്യുമ്പോഴോ ഡെൽ ഈക്വൽ ടു ഫ്രണ്ട് നോഡ്. ഇതാണ് നമ്മുടെ ഡെൽ നോഡ്. ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് നെക്സ്റ്റ്. ഫ്രണ്ട് നള്ളായി. ഓക്കെ. ഡെൽ നോഡ് നെക്സ്റ്റ് ഈക്വൽ null. ഇത് നള്ളിലേക്ക് കൊടുത്തു. ആ നോഡ് അങ്ങ് ഡിലീറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഫ്രണ്ടിന്റെ വാല്യൂ എന്താ? ഫ്രണ്ടിന്റെ വാല്യൂ നള്ളായി. ഒന്നുകൂടി ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ എഫ് ഈക്വൽ ടു null. ഓക്കെ. എഫ് ഈക്വൽ ടു null. എപ്പം റിയർ നള്ളാണ്. അതൊന്നും നോക്കുന്നില്ല. ഇതിവിടെ വരുമ്പോ എപ്പം റിയർ നള്ളായിരിക്കും. ഇത് 6 നള്ളിലേക്ക് എത്തും. അത് നമുക്ക് ബാധകമല്ല. കാരണം നമ്മൾ ഫ്രണ്ട് ഉപയോഗിച്ച് മാത്രമേ ഡിലീറ്റ് ചെയ്യുന്നുള്ളൂ. ഫ്രണ്ടിൽ നള്ളാണെങ്കിൽ പറയും ക്യൂ ഇസ് എംപ്റ്റി എന്ന് പറയും. This is the operation for linked list. You see this also. Elimination using an array. This is a complete program. You go through the program. Go through this program. Implement using a queue. I'm not explaining this. Similarly, we have an implementation of queue using a linked list.
This is also similar to the one which I have done in the case of a stack. This is a program. Go through this. Okay. This is the output. See, we are going to insert. I'm typing insertion in the data 34. Again insert in the data 35. Insert 36. Display. So this is how the queue is displayed: 34, 35, 36. Adim insert is Adim 34, 35, 36. Okay. Now going to delete. Again display 35 and 36. 34 is deleted. 35 and 36. Again delete. Display. We have only 36. ഒന്നുകൂടി delete ചെയ്യാം. Display. Queue is empty. Okay. Again, if you try to delete, it will say queue is empty. So insert here. The ended data is 39. Again, on the insert here. So we are going to insert left 30. We are going to insert 56. See what happens. 56 also inserted. Again, if we insert one more, 78. So 156. And the choice is 1. No, see, the queue is full. I will show this. Queue is full. Queue full line in insert. Now we can exit. Okay. Similarly, we can implement this queue using a linked list. The program looks like same way. The enqueue, display, dequeue. In the choice 1, going to insert 100. Okay. Again insert 105. Again insert 109. Again insert 300, 344. Okay. Display. See, this is a display 100, 105, 109, 134, 9. Okay. Now delete. Again display. See, one of the element is deleted. Here, going to exit. This is the program part. So this is enough about the queue. We'll learn about more types of queue in the next class.